ഹലോ ഗൈസ്, പ്രവാസി പെൻഷനുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിലൊരുപാട് ആൾക്കാർ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി പറയുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ലൈവായിട്ട് സംശയങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ റിപ്ലൈ ചെയ്യാം. ഓരോരുത്തരുടെ സംശയങ്ങൾ അതിൻ്റെ കമൻറ്റിൻ്റെ റിപ്ലൈ ആയിട്ട് തന്നെ നമുക്ക് ലൈവായിട്ട് കൊടുക്കാം. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് ഉപകാരപ്പെടും. പല ആളുകളും റിപ്പീറ്റ് ചെയ്ത് പല ക്വസ്റ്റ്യൻസും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിൽറ്ററുകളൊക്കെ ഒഴിവാക്കാം ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരാൾ പറയുന്നത് എനിക്ക് കിട്ടുന്നുണ്ട് 3710 വർഷം അടച്ചു, അല്ല 7 വർഷം അടച്ചു. 7 വർഷം അടച്ച ആൾക്ക് 3700 എല്ലാ മാസം കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. മാഷാ അല്ലാഹ്. പിന്നെ അടുത്ത ആൾ ചോദിക്കുന്ന സംശയം, ഞാൻ 2013 തുടങ്ങി 2023 10 വർഷം അടച്ചു, 60 വയസ്സായി, അപേക്ഷ കൊടുത്തു. ഇപ്പോൾ 2 വർഷത്തോളമായി മാസം 4025 കൃത്യമായി ബാങ്കിൽ വരുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പ്രവാസിയാണ്. ഒരുപാട് ആൾക്കാർ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആനുകൂല്യം, ആ ഒരു സന്തോഷം നമ്മുടെ മറ്റു പ്രവാസി സുഹൃത്തുക്കൾക്കും കിട്ടണം എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒരുപാട് ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാനായി എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത് ഞാൻ കുറേ പ്രവാസികൾക്ക് അയച്ചു കൊടുത്തു. നല്ല അറിവാണ്. ഓക്കെ, താങ്ക് യു. അക്ഷയിൽ വളരെ ഈസിയാണെന്ന് വേറെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം വിചാരിച്ചാൽ അത് നടത്താൻ ഒരുപാട് സംവിധാനമുണ്ട്. ആദ്യമായി ഇത് ചേരാനുള്ള ഒരു മനസ്സ് വരിക എന്നുള്ളത് പോലും നമുക്കൊരു എന്താ പറയുക, നന്മയുടെ ലക്ഷണമാണ്. ഇതൊരിക്കലും ഒരു പാർട്ടി ബേസോ ഒന്നുമല്ല. ഭരണം മാറും, ആളുകൾ മാറും. പക്ഷേ ഈ ഒരു പ്രവാസി പെൻഷൻ എന്നത് കേരളം എന്ന സംസ്ഥാനം പ്രവാസികൾക്ക് കൊടുക്കുന്ന കരുതലാണ് മക്കളെ. അതിലൊരാൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വിട്ടു നിൽക്കുക. അതിനെ അനാവശ്യമായി വിമർശിച്ചിട്ട് ചേരാൻ നിൽക്കുന്ന ആളുകൾ കൂടി ചേരാതെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൂടി ഇല്ലാണ്ടാക്കാതിരിക്കുക എന്നുള്ളൊരു അപേക്ഷയാണ്. പ്രവാസികൾക്ക് മറ്റൊരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുള്ളത്, പ്രവാസികൾക്കുള്ള പ്രശ്നം ജോലിയും ശമ്പളവും ഉള്ള സമയത്തിനെ കുറിച്ച് ചിന്തിക്കില്ല. കറക്റ്റാണ്, അതാണ് പ്രശ്നം. പ്രായമാകുമ്പോൾ എല്ലാവരും ചിന്തിക്കും, എനിക്ക് അനുഭവം, എന്നെ കൊണ്ട് കഴിയുന്നവർക്ക് ഒക്കെ ഞാൻ ചേർത്തി കൊടുക്കും, പിന്നെ ഫോളോ അപ്പും ചെയ്തൊരു സഹായം എന്നുള്ള നിലയ്ക്ക് രൂപ പോലും ഞാൻ വാങ്ങാറില്ല. അവർക്ക് പെൻഷൻ കിട്ടുന്ന സമയത്ത് എന്നെ ഓർക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. മാഷാ അല്ലാഹ്, നല്ലൊരു മനസ്സിലൊരു മനുഷ്യനല്ലേ. ഈ വകുപ്പ് കേരളത്തിൽ തുടക്കം കുറിച്ചത് നായനാർ സർക്കാരാണ്. മാഷാ അല്ലാഹ്, അതൊരു പുതിയ അറിവാണ്. അതെ, തീർച്ചയായിട്ടും ഞാൻ പ്രവാസി പെൻഷൻ ചേർന്നിട്ടുണ്ട്. 10 കൊല്ലം കഴിഞ്ഞു അടച്ചു തുടങ്ങിയിട്ട്. ഞാൻ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ചേരാത്ത ആളുകൾക്ക് താങ്കളുടെ ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാവും. ചേരാത്തവർ ചേർന്നോളിയും. നല്ലൊരു കാര്യമാണ്. എല്ലാം അവസാനിച്ച് വീട്ടിലിരിക്കുമ്പോൾ ഒരു കാശ് കിട്ടും വട്ടച്ചിലവിന്. തീർച്ചയായിട്ടും ശരിയാണ്. മാത്രമല്ല, ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു അനുഭവം പറഞ്ഞാണ്. ഞാൻ ആ ഒരു മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്താറുണ്ട്, വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, അയാൾ ഓൾറെഡി പ്രവാസ ലോകത്തുനിന്ന് വിരമിച്ച് നാട്ടിൽ പോയിരിക്കുന്ന ആളാണ്. അപ്പോൾ ആൾ ഉപയോഗിച്ചൊരു വാക്കുണ്ട് കേട്ടോ. അയാൾ എന്നോട് പറഞ്ഞത്, എന്നെ നോക്കാൻ എനിക്ക് മക്കളുണ്ട്, 4 മക്കളുണ്ട്. എനിക്കുള്ള മരുന്ന് വാങ്ങാൻ, എൻ്റെ വസ്ത്രം എല്ലാം അവർ ചെയ്തു തരുന്നുണ്ട്. എന്നെ നല്ല രീതിയിൽ മക്കൾ നോക്കുന്നുണ്ട്. പക്ഷേ എന്നാലും വൈകുന്നേരം ഒന്ന് അങ്ങാടി പോയി ചങ്ങായിമാരെ കൂടെ ഒരു ചായ കുടിച്ചിരിക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, അതിന് കയ്യിൽ ക്യാഷ് വേണം. അതിന് മരുമകളോട് കണക്ക് പറഞ്ഞിങ്ങനെ മേടിക്കുമ്പോൾ അവർ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് അത്രയും പ്രയാസങ്ങൾ, ഭർത്താവ് വായിക്കുന്ന കാര്യങ്ങൾ, പൈസയിൽ കുടുംബം നോക്കി നടത്തുന്നതൊക്കെ പെൺകുട്ടികളെ കാര്യം നാട്ടിൽ വീട്ടിൽ മരുമക്കളായിരിക്കും. അപ്പം ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കൈ നീട്ടുമ്പോഴുള്ളൊരു, അവൾക്ക് കുഴപ്പമില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിനൊരു മടുപ്പ്. ആ ഒരു മടുപ്പിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം കിട്ടിയത് ഈ പെൻഷൻ തുക കിട്ടിയപ്പോഴാണ്. അപ്പോൾ എന്നോട് പറഞ്ഞാണ്, അത് നിങ്ങളെല്ലാവരും പറയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊരു സംഭവം കേട്ടോ. അതായത് വയസ്സായിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ചായ കുടിക്കാൻ മരുമകളോട് കൈ നീട്ടേണ്ട അവസ്ഥ ഉണ്ടാവില്ല പ്രവാസി പെൻഷൻ ചേർന്നാൽ എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കിക്ക് വല്ലാത്തൊരു സ്പാർക്കായി പോയി. ഇത് നല്ലതാണ്, ഉപകാരപ്പെടും. സാർ, ഞാൻ 7 വർഷം അടച്ചു. നാട്ടിൽ വന്ന ശേഷം ഇപ്പോൾ 3 വർഷമായി രൂപ കിട്ടുന്നുണ്ട്. 3000 രൂപ കിട്ടുന്നുണ്ട്. 3 വർഷമായി 3000 അവർക്ക് കിട്ടുന്നുണ്ട് പെൻഷൻ. ആദ്യം 2000 ആയിരുന്നു. ഇനിയും കൂടുമോ? അല്ല, ഇപ്പോൾ ഈ 3000 എന്നത് കൂടാൻ സാധ്യതയില്ല. കാരണം നമ്മൾ അടച്ചതിനനുസരിച്ചാണ് നമുക്ക് പെൻഷൻ കിട്ടുക. നല്ല ബോധവൽക്കരണം. 100% കറക്റ്റ്. സൂപ്പർ മെസ്സേജ്. താങ്ക് യു. നല്ല അറിവുമാനെ. താങ്ക്സ് ഡിയർ, വെൽക്കം. ഇതേക്കുറിച്ച് ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് വേറെ ലെവൽ, വളരെ വ്യക്തം. താങ്ക് യു. 62 ഉള്ള പ്രവാസിക്ക് ഇതുവരെ ഒന്നിലും ചേർന്നില്ല. ഇനി ചേരാൻ പറ്റുമോ? ഡീറ്റെയിൽസ് പറയുമോ? ഇതാണ് പ്രശ്നം. നോക്കൂ, 60 വയസ്സ് കഴിയുമ്പോൾ പിന്നെ ഇത് ചേരാൻ പറ്റില്ല. ആ സമയത്താണ് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഒരാൾ 60 വയസ്സിന് മുന്നേ ഇതിനെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ പോലും
അത് ആൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഞാൻ ഈ സർക്കാരുകളുടെ പദ്ധതിയെ പ്രൊമോട്ട് ചെയ്യാൻ വരുന്ന ആളല്ല കേട്ടോ. പ്രവാസികൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം എനിക്കുള്ളൂ. ഞാൻ പറയുന്നത് ഞങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ട്, പ്രവാസി പെൻഷൻ ജോയിൻ ചെയ്യുന്ന സർവീസ് നമ്മുടെ ടൈപ്പിംഗ് സെൻറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പോലും പറയുന്നത് നാട്ടിലെ അക്ഷയ സെൻറ്റർ വഴിയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റണില്ല, നാട്ടിൽ അതിനുള്ള ആൾക്കാരില്ലെങ്കിൽ മാത്രം ഞങ്ങൾ ചെയ്ത് കൊടുക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഞാൻ എൻ്റെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലും അല്ല ഞാൻ ചെയ്യണത്. ഇതൊന്നും ഇപ്പോൾ തലയിൽ കയറില്ല. വയസ്സായി മുക്കിലിരിക്കുമ്പോൾ അയൽവാസിയായ പ്രവാസി പെൻഷൻ വാങ്ങുന്നത് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ വില. കറക്റ്റാണോ പറഞ്ഞത്? സർ, ഐ വിൽ ബി എൻറ്റൈറ്റിൽ പെൻഷൻ സിൻസ് May 2024. Even I got from any 2025 due to some documents problems. I should came to know from June 2024 to till May 20 my pension will be chance to get. If not, please guide me. ആക്ച്വലി നിങ്ങൾ പെൻഷന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ മതി. ചില കേസിൽ അക്കൗണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നോമിനിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ വരും. ആ മോഡിഫിക്കേഷൻ വന്നത് തിരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ മാസമാവും. ബ്രോ, പോളിസി ഡീറ്റെയിൽസ് എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ ഇടയ്ക്ക് 1750 അടക്കുന്നു. എൻ്റെ ഏജ് 32. എനിക്ക് എത്ര മാസമാണ് അടയ്ക്കേണ്ടത് എന്നറിയില്ല. ആക്ച്വലി മാസം 350 രൂപ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് 4200 രൂപയാണ്. ഒരു വർഷത്തേക്ക് ഒന്നിച്ച് അങ്ങനെ അടക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ അറിയാൻ ആപ്പുണ്ട്. നോർക്കയുടെ ആപ്പ് വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രവാസി കേരള എന്നുള്ള ആപ്പ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൽ നിങ്ങളെ മെമ്പർഷിപ്പ് ID അടിച്ചു കൊടുത്താൽ കറക്റ്റ് എത്ര അടിച്ചു എത്ര അടയ്ക്കാൻ ബാക്കിയുണ്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. ഓൺലൈനായിട്ട് അങ്ങനെ അടക്കാം. അതിപ്പോൾ ചോദിച്ചാൽ 4 മിനിറ്റ് മുന്നേ. ഓൺലൈനായിട്ട് അടക്കാനാണെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ പ്രവാസി പെൻഷൻ ക്വിക്ക് പേ എന്നുള്ള ലിങ്ക് ഉണ്ട്. അത് അടിച്ചു കൊടുത്താൽ ലിങ്ക് വരും. അവിടെ മെമ്പർഷിപ്പ് ID ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്താൽ നിങ്ങൾ കറക്റ്റ് അടക്കാനുള്ള വഴി ഇവിടെ കാണിക്കും. ഞാൻ കാണിക്കും ചെയ്യാം അങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ ചെയ്യാം. എനിക്ക് 2026 ഫസ്റ്റ് കൂടിയിട്ട് 60 വയസ്സെത്തിക്കുന്നു. പെൻഷൻ കിട്ടാൻ ഞാൻ എവിടെയാണ് ബന്ധപ്പെടേണ്ടത്? ഇപ്പോഴും ഗൾഫിൽ ഒരു മറുപടി തരുമെന്ന് പ്രതീക്ഷിച്ചു. തീർച്ചയായിട്ടും 5 മണിക്കൂർ മുമ്പ് ചോദിച്ചാണ്. നിങ്ങൾക്ക് പിന്നെ 60 വയസ്സ് ആയിട്ടുണ്ട്, നിങ്ങൾ 5 വർഷത്തിൽ കൂടുതൽ 5 വർഷം അടച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 55 വയസ്സിൽ ചേർന്ന ആളാണെങ്കിൽ 60 വയസ്സാകുമ്പോൾ 5 വർഷമായി, മിനിമം 5 വർഷം അടച്ചിരിക്കണം. അപ്പോൾ 56 വയസ്സിൽ ചേർന്ന ആളാണെങ്കിൽ 61 വയസ്സിൽ അടക്കണം. 5 വർഷം അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. ഓൺലൈൻ ആയി അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അടുത്ത മറുപടി ഞാൻ കൊടുക്കാം. Dear brother, invaluable information. Anybody in Bahrain to support? Can you share the links to join? ഓക്കെ, ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. സർ, ഞാൻ പ്രവാസിയാണ്. 5 വർഷം അടച്ചു. കൊറോണ വന്നു, എനിക്ക് ജോലി പോയി. അപ്പോൾ ഞാൻ കുവൈറ്റിലായിരുന്നു. എനിക്കിനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. എത്രയാണ് പെൻഡിങ് ഉള്ളത് അത് ക്ലിയർ ചെയ്താൽ ആ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്കും കിട്ടുന്നുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. വിവരം ഇല്ലാത്ത ചില കഴുതകൾ മാത്രം ഇതിനെ കുറ്റം പറയും. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണം? എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണം? ഞാൻ സൗദിയിലാണ്. ഞാൻ ഡീറ്റെയിൽസ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നു. അത് ഈ സെയിം മേലെ ചോദിച്ച ആൾ തന്നെയാണ് മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിരിച്ചെത്തിയ പ്രവാസികൾക്ക് ചേരാൻ പറ്റിയ ഇൻഷുറൻസ് കമ്പനി വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഇൻഷുറൻസ് ഉണ്ടല്ലോ. നമുക്ക് മന്ത്ലി ബെനിഫിറ്റ്, ട്രീറ്റ്മെൻറ്റ് ബെനിഫിറ്റ് കിട്ടുന്ന ഇൻഷുറൻസ് ഉണ്ട്. ഞാൻ ഇൻഷുറൻസ് പരമായിട്ട് ഞാൻ ചെയ്യണില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതായത് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളെ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബ്രോ, 2 മാസം മുന്നേ അക്ഷയ വഴി അപേക്ഷ സമർപ്പിച്ചിരുന്നത് ഇതുവരെ റിപ്ലൈ വന്നില്ല. അക്ഷയ അന്വേഷിച്ചപ്പോൾ പ്രോസസ്സിങ്ങിലാണെന്ന് പറയുകയുണ്ടായി. സാധാരണ അപേക്ഷിച്ചാൽ മെമ്പർഷിപ്പ് കിട്ടാൻ എത്ര ദിവസം പിടിക്കും? നോർമലി 2.5 മാസം പിടിക്കും അപ്രൂവൽ ആവാൻ കേട്ടോ. ഓൺലൈൻ അല്ലാതെ അടക്കാൻ പറ്റുമോ? ഇല്ല, ഓൺലൈൻ അടക്കുന്നതാണ് നല്ലത്. ഞാൻ ഇന്ന് വരെ ഒരു പൈസ അടച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് പെൻഷൻ കിട്ടുന്നത്? അപ്പോൾ ഞാൻ മറുപടി കൊടുത്തത് ഓൺലൈനായി അപേക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഖത്തറിലാണ്. എനിക്ക് നാട്ടിൽ അപേക്ഷിക്കാൻ എന്തൊക്കെ പേപ്പേഴ്സ് വേണം? ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് കോപ്പി, ഖത്തറിൻ്റെ വിസ കോപ്പി, ആധാർ കോപ്പി, 3 കോപ്പിയിലും സൈൻ ചെയ്തിട്ട് നാട്ടിൽ അയച്ചു കൊടുത്താൽ മതി. മക്കൾക്ക് അയച്ചു കൊടുത്താൽ അവർ അക്ഷയ സെൻറ്ററിൽ പോയി ചെയ്തു തരും. ഒരു ഫോട്ടോയും കൊടുക്കാം കേട്ടോ. നമുക്ക് ഇവിടെ നിന്നും കൊണ്ട് നാട്ടിൽ അപേക്ഷ വെക്കാനുള്ള നമ്പർ പറഞ്ഞില്ലല്ലോ, ആ നമ്പർ ഒന്ന് തരുമോ? ഞാൻ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുന്ന പ്രൈവറ്റ് ടൈപ്പിംഗ് സെൻറ്ററിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രവാസി സംഘടന വഴി ഒരുപാട് പേരെ ചേർത്തിട്ടുണ്ട്. പലരും പിന്നീട് നിർത്തി തുടർന്ന് പോവുക. അതിലൊരാൾ ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നുണ്ട്. മാഷാ അല്ലാഹ്. പ്രവാസി ഇൻഷുറൻസ് ഡീറ്റെയിൽസ് വീഡിയോ ഉണ്ടോ? ഞാനൊരു വീഡിയോ ചെയ്യാം. എത്രാമത്തെ വയസ്സിൽ പെൻഷൻ അപേക്ഷിക്കണം? 59-ലോ 60-ലോ? പിന്നെ ഒരിക്കൽ ചികിത്സാ സഹായം ലഭിച്ചാൽ പിന്നെ എത്ര വർഷം കഴിയണം? അതായത് 60-ാമത്തെ വയസ്സിലാണ് ഇത് അപേക്ഷിക്കേണ്ടത്. നമ്മളിങ്ങനെ അടച്ചടച്ച് കുറച്ച് കഴിയുമ്പോൾ 60 വയസ്സാകുമ്പോൾ ഏത് മാസത്തിലാണ് നമ്മൾ ജോയിൻ ചെയ്തത് ആ മാസത്തിൽ നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കും. അപ്ലൈ ഫോർ അല്ലെങ്കിൽ
എലിജിബിൾ ഫോർ പെൻഷൻ എന്ന് കാണിക്കും. അപ്പോൾ അപ്ലൈ ചെയ്താൽ മതി. 2010 200 വെച്ച് കൊടുത്ത് അംഗത്വം എടുത്തു, പിന്നീട് വർഷം കിടച്ചില്ല. ഇപ്പോൾ 64,000 കിടപ്പുണ്ട്. സർക്കാർ ഫൈനിൽ ഇളവ് ചെയ്തു, ഇപ്പോൾ എല്ലാം അടച്ചു. അതെ, ഇപ്പോൾ ഒരു മാസം മുന്നേ 2 മാസം മുന്നേ ഈ ഫൈന് വന്നത് ഒഴിവാക്കാനുള്ളൊരു ഓഫർ വന്നിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം അടച്ചു എന്ന് പറയും. നോക്ക് എത്ര ഉഷാറായി. ഇപ്പോൾ അദ്ദേഹത്തിന് ഇനി ആ പെൻഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വഴികളുണ്ട് മക്കളെ. CPM ചാകട്ടെ, തൽക്കാലം കുടുംബത്തിലേക്ക് അയക്കാം. ഓക്കെ, ഇത് CPM അവരുടെ പാർട്ടി ഓഫീസിൽ നിന്ന് എടുത്തു കൊടുക്കണമല്ലാന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു വിധിയില്ല, യോഗമില്ല അമ്മിണി എന്ന് പറഞ്ഞില്ലേ. വലൈക്കും അസ്സലാം. എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, മാഷാ അല്ലാഹ്. ഞാൻ എൻ്റെ പേപ്പറെല്ലാം 3 മാസമായി കൊടുത്തിട്ട് ഇതുവരെ ആരുമായിട്ടാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്? നമ്പർ ഉണ്ടെങ്കിൽ തരണേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ആൾക്കാർ അപേക്ഷിച്ചിട്ട് പിന്നെ വെയിറ്റ് ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അപ്ലൈ ചെയ്ത മൊബൈൽ നമ്പറില്ലേ, അതിൽ കൃത്യമായി മെസ്സേജ് വരും അപ്രൂവൽ അയക്കണോ ഇല്ലേ എന്നത്. ഇമെയിലും വരും. അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ഓഫീസിലെ അക്ഷയ സെൻറ്ററിൽ ചോദിച്ചാൽ അവർ ചെക്ക് ചെയ്ത് പറയും എന്താണ് സ്റ്റാറ്റസ്. നമ്മൾ ഈ ഡോക്യുമെൻറ്റിൽ കൃത്യമായി സൈൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ റിജക്റ്റ് ആവുന്നുണ്ട്. പിന്നെ ആ സൈൻ ചെയ്ത് കാണാൻ വീണ്ടും സബ്മിറ്റ് ചെയ്താൽ മതി. വേറെ സീനൊന്നുമില്ല ഭായി. ഞാൻ 6 വർഷമായി അടക്കുന്നു, മാഷാ അല്ലാഹ്. ഞാൻ 5 വർഷം പൂർത്തിയാക്കി അക്ഷയ വഴി പെൻഷൻ അപേക്ഷ കൊടുത്ത് 8 മാസമായി, ഇതുവരെ അനുവദിച്ച് കിട്ടിയില്ല. അങ്ങനെയല്ല, നമ്മൾ പെൻഷന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അപ്രൂവൽ ആവാത്തത്. അപ്ലൈ ചെയ്തു എന്ന് കരുതി അക്കൗണ്ടിൽ പൈസ വരില്ല. ആ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ പെൻഷൻ വരും. എത്ര ആൾക്കാർ പെൻഷൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ പരിഹാരം ആ ആപ്ലിക്കേഷൻ നിങ്ങൾ എവിടെ നിന്നാണോ ചെയ്തത് ആ അക്ഷയ സെൻറ്ററിൽ അവർക്ക് ആപ്ലിക്കേഷൻ നമ്പർ അയച്ചു കൊടുത്ത് അവർ ചെക്ക് ചെയ്ത് പറഞ്ഞുതരും. ഞാൻ 5 വർഷം പൂർത്തിയാക്കി അക്ഷയ വഴി ഞാൻ നേരത്തെ പറഞ്ഞു. 5 കൊല്ലം അടച്ചു കിട്ടും എന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല. 2 മാസം കഴിഞ്ഞ് ടൈം എടുക്കും എന്ന് പറയുന്നു. അങ്ങനെയല്ല, 5 വർഷം അടച്ച് കഴിഞ്ഞിട്ട് പിന്നെ പെൻഷൻ കിട്ടാനൊരു ആപ്ലിക്കേഷൻ ചെയ്യാറുണ്ട്. ആ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് പെൻഷൻ കിട്ടുക. അത് ചെയ്തോ ഇല്ലേ എന്ന് ഞാൻ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. മറുപടി വരുമ്പോൾ ഞാൻ ഫോളോ അപ്പ് ചെയ്യാം. 60 കഴിഞ്ഞ് പ്രീമിയം കുറവുള്ള മെഡിക്ലെയിം പോളിസി പറഞ്ഞു തരുമോ? ഇൻഷുറൻസ് പരമായിട്ട് എനിക്ക് അധികം വിവരമില്ല. എനിക്ക് 60 വയസ്സായി, പ്രവാസി പെൻഷൻ ചേരാൻ പറ്റില്ല. രാജേഷ് ഭായ്, ഒന്ന് ആലോചിക്കുക. പറ്റില്ല എന്ന് പറയുമ്പോൾ ആ സുഹൃത്തിൻ്റെ മനസ്സിലുള്ളൊരു വിഷമം എന്തായിരിക്കും? 60 വയസ്സ് വരുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ഖേദിക്കും. നമ്മൾ പഠിക്കണ കാലത്ത് പഠിച്ചിരുന്നെങ്കിൽ എന്നിപ്പോൾ ഖേദിക്കുന്ന പോലെ ഈ പെൻഷൻ എടുക്കാത്ത ആൾക്കാർ ഭാവിയിൽ ഖേദിക്കും. അന്ന് ചേർന്നാൽ മതിയായിരുന്നു. മലയാളികൾ പൊതുവുള്ളൊരു പ്രശ്നം വെച്ചെങ്കിൽ ചില ആൾക്കാർ കേട്ടോ, നമ്മളൊരു കാര്യം പറഞ്ഞെടുത്താൽ ഓൻ ആദ്യം ചിന്തിക്കുക ഈ പറയുന്നവനിതിൽ എന്താ ബെനിഫിറ്റ് എന്നാണ്. എന്നാലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെ സംശയിച്ച് ഇങ്ങനെ കാര്യം തീരും. ഞാൻ 10 വർഷത്തെ വിസിറ്റ് വിസയിൽ കാനഡയിൽ വന്നോ നിൽക്കുകയാണ്. എനിക്ക് പെൻഷൻ അപേക്ഷിക്കാൻ പറ്റുമോ? നോർമലി പെർമനൻറ്റ് വിസ 2 വർഷം ഉള്ള ആളുകൾക്കാണ്. അതായത് കേരളത്തിന് പുറത്ത് 2 വർഷത്തിൽ കൂടുതൽ താമസിച്ച ആളുകൾക്കാണ് പെൻഷൻ കിട്ടുക. ഇനി വിസിറ്റ് വിസയിലാണെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്രൂവൽ ആവുകയാണെങ്കിൽ മാഷാ അല്ലാഹ്. വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഫോർ അപ്ലൈയിങ് ഫോർ പെൻഷൻ അറ്റ് ദ ഏജ് ഓഫ് 60? അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ല. 60 വയസ്സ് കമ്പ്യൂട്ടറിൽ കാണിച്ചാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് 60 വയസ്സാവാൻ 1 മാസം 2 മാസമൊക്കെയുള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി? പെട്ടെന്ന് ജോയിൻ ചെയ്തിട്ട് 5 വർഷത്തെ തുക ഒന്നിച്ചടച്ചാൽ ആ 5 വർഷം കഴിയുമ്പോൾ പെൻഷൻ കിട്ടും. 5 വർഷം തുക എന്ന് പറഞ്ഞാൽ 20,000 എത്രയേ വരുള്ളൂ ആകെ. ഒരു വർഷം 4,200. They say once matured pension processing is 6 to 7 months, 8 under verification 7 months over. അങ്ങനെയല്ല, അണ്ടർ വെരിഫിക്കേഷൻ എന്ന് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, നമ്മളൊക്കെ എത്ര ആൾക്കാർ ഇത് പെട്ടെന്ന് 2-2.5 മാസം കൊണ്ട് കിട്ടുന്നുണ്ട്. നിങ്ങളെന്ത് ചെയ്യുക? കള്ളിയത്ത് റഹീം ഭായ്, നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആപ്ലിക്കേഷനിൽ പെൻഷന് വേണ്ടി അപേക്ഷിച്ച ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ ഈ മൊബൈലിൽ തന്നെ പ്രവാസി കേരള എന്ന് അടിച്ചു കൊടുത്താൽ ആ വെബ്സൈറ്റ് വരും. അതിലൊരു ചാറ്റ് ഓപ്ഷൻ ഉണ്ടാവും. ആ ചാറ്റ് ഓപ്ഷനിൽ ഈ പെൻഷൻ ആപ്ലിക്കേഷൻ്റെ നമ്പറും മൊബൈൽ നമ്പറും അയച്ചു കൊടുത്താൽ അവർ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ മൊബൈലിൽ വരും. പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഇനി പരിഹാരം ആയിട്ടുണ്ട്. ഇനി അപ്രൂവൽ ആയില്ലെങ്കിൽ അപ്രൂവൽ ആവുന്നുണ്ട് ഇതിലും കംപ്ലയിൻറ്റ് കൊടുത്താൽ. ഓക്കെ, ഇത് ഇവിടെ നിന്ന് എങ്ങനെയാണ് ചേരാൻ പറ്റുക? നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററിലേക്ക് ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്താൽ അക്ഷയ സെൻറ്ററുകാർ നാട്ടിൽ നിന്ന് ചെയ്തു തരും. അല്ലെങ്കിൽ ഞാനിതൊരു കമൻറ്റിലൊരു നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്, അവരെ കോൺടാക്ട് ചെയ്ത് അവരും ചെയ്തു തരും. എനിക്ക് കിട്ടുന്നുണ്ട്, മാഷാ അല്ലാഹ്. വിജയൻ പിള്ള, അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. എന്തായിരിക്കും അദ്ദേഹത്തിന് സന്തോഷം? നാട്ടിൽ ഇങ്ങനെ എല്ലാ മാസവും 4,000 ഇങ്ങനെ നമ്മളറിയാത്ത കാശ് ഇങ്ങനെ സർക്കാർ ഇട്ട് കൊടുക്കണം. നമുക്ക് അർഹതപ്പെട്ട പൈസയാണ് മക്കളെ. പ്രവാസികൾക്ക് നോർക്ക എല്ലാ വർഷവും നോർക്കയ്ക്ക് സർക്കാർ ഫണ്ട് കൊടുക്കുന്നുണ്ട്.
ആ ഫണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നത് നമ്മളെ കുറ്റമാണ്, നോർക്കൻ്റെ കുറ്റമല്ല. ഓൺലൈൻ വഴി പൈസ അടക്കുന്ന സൈറ്റും അതിൻ്റെ രീതിയും ഒന്ന് അറിയിക്കാമോ? തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യാം. ഒരു സംശയമുണ്ട്, എനിക്ക് 45 വയസ്സ്, ഇപ്പോൾ ഞാൻ ഇതിൽ ചേർന്ന് നിന്ന് വെക്കാം. ഞാൻ 1 വർഷം കഴിഞ്ഞ് എൻ്റെ ജോലി പോയി, ഞാൻ നാട്ടിൽ സെറ്റായി, അപ്പോൾ നാട്ടിൽ വെച്ച് ഈ തുക അടക്കാൻ പറ്റുമോ? ജോലി നഷ്ടപ്പെട്ടാൽ അസാധുവാകുമോ? ഇല്ല, അസാധുവാവില്ല. നിങ്ങൾ ഗൾഫിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് 2 വർഷത്തിൽ കൂടുതൽ വിദേശത്ത് നിൽക്കണം എന്ന കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ജോയിൻ ചെയ്തു, ആ തുക നിങ്ങൾ കണ്ടിന്യൂസ് ആയി നാട്ടിൽ നിന്ന് അടച്ചാൽ മതി, ഒരു സീനുമില്ല. ചില ആൾക്കാർ പറയും നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാറ്റഗറി മാറ്റി 200 ആക്കണം എന്ന് പറയും, മാസത്തിൽ 350 അടക്കണം 200 ആക്കണം എന്ന് പറയും. അങ്ങനെ ആക്കരുതെന്ന് ഞാൻ പറയും. കാരണം എന്താ, പിന്നെ നിങ്ങൾ വീണ്ടും ദുബായിക്ക് വരികയാണെങ്കിൽ വീണ്ടും അങ്ങനെ മാറ്റാൻ പറ്റില്ല, ഒറ്റ തവണ മാറ്റാൻ പറ്റുള്ളൂ. മാത്രമല്ല 350 അടിച്ചാൽ മാസം 3500 മിനിമം കിട്ടും, 200 അടിച്ചവർക്ക് 3000 കിട്ടുള്ളൂ. സോ ചിന്തിക്കുകയും 1 വർഷത്തെ ഒന്നിച്ച് അടക്കാം, തീർച്ചയായിട്ടും പറ്റും, 1 വർഷം ഒന്നിച്ച് അടക്കാം. പ്രവാസിയുടെ കാലശേഷം പങ്കാളിക്ക് പകുതി കിട്ടും, അപ്പോൾ അവർക്ക് സാമൂഹ്യ പെൻഷൻ അർഹതയുണ്ട്, തീർച്ചയായിട്ടും കിട്ടും. ഈ വിധവാ പെൻഷൻ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഒരു വിവരം എന്നുള്ളവർക്ക് പറയണ്ട, വിധവാ പെൻഷൻ എന്നത് സർക്കാർ കൊടുക്കുന്ന പെൻഷനാണ്. ഇത് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇല്ലല്ലോ, അങ്ങോട്ട് അടിച്ചോളിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പെൻഷൻ മറ്റു പെൻഷനുമായി മിങ്കിളാവില്ല. ഈ പെൻഷൻ കിട്ടിയെന്ന് കരുതി വേറെ പെൻഷൻ കിട്ടാതിരിക്കില്ല എന്നർത്ഥം. എനിക്കിതിൽ ചേരുന്ന നമ്പർ തരുമോ? കൊടുത്തിട്ടുണ്ട്, റിക്സോൺ. ഞാൻ 6 വർഷമായി 350 വെച്ച് അടക്കുന്നുണ്ട്. മകളുടെ വിവാഹ അപേക്ഷ കൊടുത്ത് എത്ര ദിവസം കൊണ്ട് പൈസ കിട്ടും? മകളുടെ വിവാഹത്തിന് അപേക്ഷിച്ച് 3 വർഷത്തിൽ, അതായത് ഇതിൽ ജോയിൻ ചെയ്ത് 3 വർഷം കഴിഞ്ഞതിന് ശേഷം മകളുടെ വിവാഹത്തിന് അപേക്ഷിച്ചാൽ പൈസ കിട്ടും. എത്ര എമൗണ്ടാണെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 10,000 ആണോ 50,000 ആണോ എന്നറിയില്ല, ഏതായാലും അത് കിട്ടും. അത് നിങ്ങൾക്ക് പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും 2.5 മാസം ടൈം എടുക്കുന്നുണ്ട്. 2.5 മാസത്തിനുള്ളിൽ അപ്രൂവൽ ആവും. അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് അവരെ കൊണ്ട് തന്നെ ചെക്ക് ചെയ്യിച്ചാൽ മതി കേട്ടോ. ഞാൻ 12 വർഷമായി അടക്കുന്നു. എനിക്ക് പ്രവാസി പെൻഷൻ കാർഡ് മാത്രമേ ഉള്ളൂ, പ്രവാസി കാർഡോ ഇൻഷുറൻസോ ഇല്ല. അത് നിങ്ങൾക്ക് എടുക്കാം, ഇത് ബന്ധമല്ല. പ്രവാസി കാർഡിനെ കുറിച്ച് ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും രണ്ടാണ്. പ്രവാസി കാർഡും പ്രവാസി ഇൻഷുറൻസും കൊടുക്കുന്നത് നോർക്കയാണ്, പെൻഷൻ കൊടുക്കുന്നത് ക്ഷേമനിധി പ്രവാസി ബോർഡാണ്, ക്ഷേമ ബോർഡ്. ഞാൻ മുമ്പ് ഇതൊക്കെ 1 വർഷം മുമ്പ് ശരിയാക്കിയിരുന്നു, പിന്നെ ശ്രദ്ധിച്ചില്ല. ഇപ്പോഴും പ്രവാസിയാണ്, എന്താ ചെയ്യേണ്ടത്? 1 വർഷമാണെങ്കിൽ കുഴപ്പമില്ല, അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടച്ചാൽ മതി. 1 വർഷം വരെ പിഴ ഇല്ലതിന്.